കടലിന് നടുവിലുള്ള ഒരു ഭീമൻ പാറ കാണാനുള്ള യാത്രയാണിത്. ദൂരെ നിന്ന് കാണുമ്പോൾ വെളുത്ത നിറത്തിൽ കടലിന് മുകളിലേക്ക് തലയുയർത്തി നിൽക്കുന്ന ഒരു മഞ്ഞുമല. ഇതാണ് ബാസ് റോക്ക്. 350 മില്യൺ വർഷങ്ങൾക്ക് മുൻപ് ഈ പ്രദേശമെല്ലാം അഗ്നിപർവ്വത മേഖലയായിരുന്നു. ആ സമയത്ത് ഭൂമിയുടെ അടിത്തട്ടിൽ നിന്നും പൊട്ടിത്തെറിച്ച് പുറത്തു വന്ന ലാവ പ്ലഗാണ് ഇന്ന് ഈ കടലിൽ കാണുന്ന അത്ഭുതം. പുറത്തു വന്ന ലാവ തണുത്തുറങ്ങി വലിയ പാറകളായി മാറിയെങ്കിലും കോടിക്കണക്കിന് വർഷങ്ങൾക്കുള്ളിൽ ചുറ്റുമുള്ള കാഠിന്യം കുറഞ്ഞ പാറകൾ മണ്ണ്, മണൽ, കാറ്റ്, മഴ, കടൽ എല്ലാം കൊണ്ട് അരിഞ്ഞുപോയി. പക്ഷേ ഇവിടെ കാണുന്ന കഠിനമായ വോൾക്കാനിക് പ്ലഗ് മാത്രം തകർന്നു പോവാതെ അവശേഷിച്ചു നിൽക്കുന്നു. കടലിൽ നിന്നും 107 മീറ്റർ ഉയരത്തിൽ നിൽക്കുന്ന ഈ റോക്ക് വെളുത്ത നിറത്തിൽ കാണുന്നതിന് കാരണം അവിടെ ജീവിക്കുന്ന കടൽ പക്ഷികളാണ്. ഏകദേശം 1,50,000 ഗാനറ്റ്സ് പക്ഷികൾ ഇവിടെ ജീവിക്കുന്നു. അതുകൊണ്ട് തന്നെ ബാസ് റോക്ക് അറിയപ്പെടുന്നത് ദ വേൾഡ് ക്യാപിറ്റൽ ഓഫ് ഗാനറ്റ്സ് എന്നാണ്. ദൂരെ നിന്ന് കാണുമ്പോൾ പാറയിലിരിക്കുന്ന പക്ഷികളും അവയുടെ ഡ്രോപ്പിംഗ്സുമാണ് ബാസ് റോക്കിന് വെളുത്ത നിറത്തിൽ തോന്നിപ്പിക്കുന്നത്. ഡെസ്റ്റിനേഷനിലേക്കുള്ള അകലം കുറഞ്ഞു തുടങ്ങുമ്പോൾ അതുവരെ കണ്ട കാഴ്ചകളെല്ലാം ഒന്നുമല്ലാതെയാകും. വെള്ളത്തിൽ നീന്തി കളിക്കുന്ന സീൽസുകളും ബാസ് റോക്കിന് ചുറ്റും വട്ടമിട്ട് പറക്കുന്ന ആയിരക്കണക്കിന് പക്ഷികളും അവയുടെ ശബ്ദവും, പിന്നെ മഞ്ഞുമല പോലെ ഉയർന്നു നിൽക്കുന്ന പാറയും താഴെ തിരമാലകളുടെ മുഴക്കവും. ബാസ് റോക്കിന് പ്രകൃതി ഭംഗി മാത്രമല്ലാതെ മറ്റൊരു ചരിത്രം കൂടിയുണ്ട്. 1400കളിൽ ലൗഡർ ഫാമിലി ഇവിടെ ഒരു കോട്ട പണിതു. പിന്നീട് 1600-700 കാലഘട്ടങ്ങളിൽ ഇതൊരു ഒറ്റപ്പെട്ട ജയിലായി ഉപയോഗിച്ചു. മതവിശ്വാസത്തിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെട്ടിരുന്ന കോവനന്റേഴ്സ് തടവുകാർ ഇവിടെ എത്തിക്കപ്പെട്ടിരുന്നു. പണ്ട് നിർമ്മിച്ച കോട്ടയുടെ അവശിഷ്ടങ്ങൾ ഇന്നും നമുക്കിവിടെ കാണാൻ കഴിയും. കടലിലെ കാഴ്ചകൾ ഇതുവരെ നിങ്ങളെ അത്ഭുതപ്പെടുത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ സ്പോട്ട് ഒന്ന് വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കണം.